എടാ റോഡ്രിക്ക് എങ്ങനെയാണ് ഗോൾഡൻ ബോൾ കിട്ടിയത്? മെസ്സിക്കല്ലേ കിട്ടേണ്ടത്? ടോപ്പ് ഗോള്, അസിസ്റ്റ്, ചാൻസ് ക്രിയേറ്റഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ മെസ്സി അല്ലേ മുന്നിലുള്ളത് എന്ന് പറയുന്നവരോടാണ്. ഞാനും മെസ്സിക്ക് കിട്ടും, മെസ്സി ഫൈനൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്ത ഒരാളാണ്. ബട്ട് ഗോൾഡൻ ബോൾ ഈസ് ഫോർ ബെസ്റ്റ് പ്ലെയർ. അത് സ്ട്രൈക്കർ ആകാം, ഡിഫൻഡർ ആകാം, മിഡ്ഫീൽഡർ ആകാം. അല്ലാതെ ഗോള്, അസിസ്റ്റ്, ചാൻസ് ക്രിയേറ്റഡ് ഇത് മാത്രം നോക്കിയല്ല. പിന്നെ റോഡ്രി തീരെ ഡിസേർവ്ഡ് അല്ല എന്ന് പറയുന്ന ആളുകളോടാണ്. അവരൊന്നുകിൽ സ്പെയിനിൻ്റെ എല്ലാ മാച്ചുകളും കണ്ടു കാണില്ല. സ്പെയിനിൻ്റെ ഓരോ മാച്ചുകളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ റോഡ്രി എങ്ങനെയാണ് ആ മിഡ്ഫീൽഡിൽ നിന്ന് കളി കൺട്രോൾ ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരാൾ പറഞ്ഞ വാക്കുകൾ കടമെടുക്കുകയാണ്. നിങ്ങൾ സ്പെയിനിൻ്റെ ഗെയിം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് റോഡ്രിയെ കാണാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു ഗെയിമിൽ റോഡ്രിയെ മാത്രം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദി എൻറ്റയർ ഗെയിം ഓഫ് സ്പെയിൻ. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ ഒരു സ്പെയിൻ ടീമിനെ റോഡ്രി കൺട്രോൾ ചെയ്യുന്നത്. അതിപ്പോൾ അറ്റാക്കിംഗ് ആണെങ്കിലും മിഡ്ഫീൽഡ് ആണെങ്കിലും ബാക്കിലോട്ടാണെങ്കിലും എങ്ങനെ ബോൾ പോകണമെന്ന് കൺട്രോൾ ചെയ്യുന്നത് സ്പെയിനിലെ റോഡ്രിയാണ്. പിന്നെ റോഡ്രിയുടെ ഈ ഒരു പെർഫോമൻസ് സ്പെയിനിനെ വിന്നറാക്കാൻ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാകാം റോഡ്രിക്ക് കൂടുതലായിട്ടുള്ളൊരു പരിഗണന ഗോൾഡൻ ബോളിൽ കൊടുത്തത്. റോഡ്രി ആരാണ് എന്താണ് എന്നൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളി കാണുന്നവർക്കറിയാം അങ്ങേരുടെ ലെവൽ എന്താണ്.